കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദിറിലെ കോക്രോച്ച് ജനതാ പാർട്ടി സമരം ശക്തമാകുന്നു. ഇന്നലെ നടന്ന പാർലമെന്റ് മാർച്ചിനിടെ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണക്കുകൾ ഡൽഹി പോലീസ് പുറത്തുവിട്ടു. സമരവേദിയിലേക്കുള്ള റോഡുകൾ അടച്ച് പോലീസ് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആരോപിച്ചു. അതേസമയം പാർലമെന്റ് മാർച്ചിനിടെ പരിക്കേറ്റ വിദ്യാർത്ഥികളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഇന്നലെ നടന്ന പാർലമെന്റ് മാർച്ചിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കണക്കുകളാണ് ഇന്ന് എന്തായാലും ഡൽഹി പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. 118 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസിന്റെ അവകാശവാദം. 70 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 60ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ് ചികിത്സയിലും കഴിയുകയാണ്. വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ അഭിജിത് ദീപ്കെ വിദ്യാർത്ഥികളോടും CJP പ്രവർത്തകരോടും മാപ്പ് ചോദിച്ചു. मत करिए सर, कल बहुत खून बहाया है आप लोगों ने. ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ ഉൾപ്പെടെ നടന്ന അക്രമ സംഭവങ്ങൾ കണക്കിലെടുത്താണ് 70 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾക്കെതിരെയും കേസെടുക്കാനുള്ള നടപടി ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് മനഃപൂർവ്വം ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് എന്നാണ് CJP സ്ഥാപകൻ കൂടിയായ അഭിജിത് ദീപ്കെ കുറ്റപ്പെടുത്തുന്നത്. ഇന്നലെ നടന്ന പാർലമെന്റ് മാർച്ചിന് ശേഷം തുടർ സമരപരിപാടികൾ എന്ത് എന്നത് സംബന്ധിച്ച് ഇനിയും CJP പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. നിലവിൽ സമരം ആരംഭിച്ച ജന്തർ മന്ദിറിലെ സമരപന്തലിൽ തന്നെയാണ് ഇപ്പോഴും CJP പ്രവർത്തകരുള്ളത്. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ അവിടെ ധർണ പുരോഗമിക്കുകയാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു നടപടി ഉടൻ ഉണ്ടായേക്കില്ല എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രം അംഗീകരിക്കാനാകില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകി. ബാക്കിയുള്ള ആവശ്യങ്ങൾ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം, കൂടാതെ സോണം വാങ്ചുക്കിനെ ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുക എന്നീ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് CJP പ്രവർത്തകർക്ക് സർക്കാർ ഉറപ്പ് നൽകിയതെന്നാണ് സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കനത്ത മഴയെയും അവഗണിച്ചുകൊണ്ട് ഡൽഹി ജന്തർ മന്ദിറിൽ ഇന്നും പ്രതിഷേധം തുടരുകയാണ്. ക്യാമറമാൻ ജഗദീഷ് ബിഷ്ടിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.